കൂടി നയിക്കുവാൻ പോകുന്ന ഉപാസനത്തിന്റെ സ്ഥാപകനായ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ഉപാസനത്തിന്റെ എല്ലാ ശുശ്രൂഷ മേഖലകളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. നിർമ്മാണ പ്രവർത്തനങ്ങളെ പ്രത്യേകമായിട്ട് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ആരാധന, സ്തുതി, ആരാധന, ആരാധന, മഹത്വം മഹത്വം, ആരാധന ആരാധന. ഗായക സംഘത്തോട് ചേർന്ന് കരങ്ങളടിച്ച് ദൈവസ്നേഹത്തോടെ സന്തോഷത്തോടെ ദൈവത്തെ മഹത്വപ്പെടുത്തി പാടി പ്രാർത്ഥിക്കും. സ്നേഹപിതാവായ ദൈവമേ, 2015 മുതൽ കൃപാസനത്തിൽ വന്ന് തീർത്ഥാടക ഉടമ്പടി എടുത്തു പോയിട്ടുള്ള മുഴുവൻ മക്കളെയും ഞങ്ങൾ ഒരു നിമിഷം ഈ അൾത്താരയിൽ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. അവരുടെ കുടുംബത്തിലെ ഓരോ വിഷയങ്ങളെയും അവരായിരിക്കുന്ന ഇടങ്ങളെയും പ്രത്യേകമായിട്ട് ഞങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അവരിപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന വിധങ്ങളായ ജീവിത ദുരിതങ്ങളെ പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിൽ ഞങ്ങൾ പ്രത്യേകമായിട്ട് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. 2020 മുതൽ ലോകത്തിൻ്റെ വിവിധ ഭൂഖണ്ഡങ്ങളിലായിരുന്നു കൊണ്ട് ഓൺലൈനിൽ ഉടമ്പടിയെടുത്ത് വിശ്വസ്താപൂർവ്വം മുന്നേറുന്ന ഓരോ മക്കളെയും പ്രത്യേകമായിട്ട് ഈ സമയം ദിവ്യകാരുണ്യ ആരാധന മധ്യേ ഈശോയെ അങ്ങയുടെ മുമ്പിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അവരുടെ വിവിധങ്ങളായ ജീവിത വിഷയങ്ങളെ നീ ഏറ്റെടുക്കണമേ എന്നും കൂടി പ്രാർത്ഥിക്കുന്നു. ലൈറ്റ് ക്യാൻഡിൽ പ്രെയർ വഴിയായിട്ട് വിധങ്ങളായ ജീവിത ദുരന്തങ്ങളെ അഭിമുഖീകരിക്കുന്ന മക്കള് അനുദിനം ഓരോ സെക്കൻഡിലും ഈശോയെ ഈ ആലയത്തിലേക്ക് ദൈവമാതാവിൻ്റെ വലിയ കരുണയ്ക്കായി യാചിച്ചുകൊണ്ട് നിയോഗം സമർപ്പിച്ചിട്ടുണ്ട്. ആ ഓരോ മക്കളുടെയും മേല് ഈശോയെ സമയബന്ധിതമായിട്ടുള്ള വലിയ ദൈവിക ഇടപെടൽ ഉണ്ടാകണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അവർ ഡെയിലി ബ്രെഡ് പ്രാർത്ഥനയിലൂടെ ലക്ഷക്കണക്കിന് മക്കളാണ് തത്സമയം തങ്ങളുടെ വിവിധങ്ങളായ നൊമ്പരങ്ങളെ ഈ പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിൽ സമർപ്പിച്ച് പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷികളാക്കി ഉയർത്തപ്പെടുവാൻ പ്രാർത്ഥിക്കുന്നത്. ആ ഓരോ മക്കളുടെയും കണ്ണുനീരിനെ നീ ഏറ്റെടുക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. വിവിധങ്ങളായ സമയങ്ങളിൽ ഈ മരിയൻ ഉടമ്പടി ധ്യാനത്തിൽ പങ്കെടുത്ത് പ്രാർത്ഥിക്കുന്ന മുഴുവൻ മക്കളെയും നിയോഗാർത്ഥം ഈ ശുശ്രൂഷ ലക്ഷ്യങ്ങളിലേക്ക് എത്തിക്കുവാൻ പരിശ്രമിക്കുന്ന ഓരോ മക്കളെയും ഈ അൾത്താരയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അവരുടെ നിയോഗങ്ങളെ നീ ഏറ്റെടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കയ്യും മെയ്യും ഒക്കെ മറന്ന് ഈശോയെ നിനക്ക് വേണ്ടി സോഷ്യൽ മീഡിയയിലൂടെ പ്രേക്ഷിത പ്രവർത്തനങ്ങൾ ചെയ്യുന്ന കൃപാസനത്തിൻ്റെ മരിയൻ സ്പിരിച്വാലിറ്റിയെ, അപ്പോസ്തലിക് സ്പിരിച്വാലിറ്റിയെ ലോകത്തിന് കൈമാറുവാൻ അനുദിനം പരിശ്രമിക്കുന്ന ഓരോ മക്കളുണ്ട്. ഈശോയെ അവരുടെ അയോഗ്യതകൾ നീ കണക്കിലെടുക്കാതെ അവരുടെ കാരുണ്യ പ്രേക്ഷിത പ്രവർത്തനങ്ങളുടെ യോഗ്യതയാൽ ഓരോ മക്കളെയും മരിയൻ ഉടമ്പടിയെടുത്ത് പ്രാർത്ഥിക്കുന്ന ഓരോ മക്കളെയും പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷികളാക്കി ഉയർത്തണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ഇരുകരങ്ങളെ ഉയർത്തി ശക്തമായി സ്തുതിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. നാഥ ഞങ്ങളോട് കരുണയായിരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രത്യക്ഷീകരണത്തിന്റെ സ്ഥിരീകരണത്തിനായി ഞങ്ങളുടെ നിയോഗങ്ങളെ ഏറ്റെടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. മഹത്വം, മഹത്വം, ആരാധന, ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്നിൽ നിറയണമേ, സൗഖ്യം നൽകണമേ, എന്നിൽ നിറയണമേ, സൗഖ്യം നൽകണമേ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് മകളെ എല്ലാ ജീവിത ആവശ്യങ്ങളുടെ മേലും കർത്താവിൻ്റെ കരുണ മാതാവിൻ്റെ മധ്യസ്ഥ ചൊരിയുന്ന സമയമാണ്. നിങ്ങൾ രോഗികളെ, പ്രത്യേകിച്ച്
രോഗമുള്ളിടത്ത് കൈകൾ വെച്ചുകൊണ്ട് ദൈവതിരുസന്നിധിയിൽ നിങ്ങളുടെ രോഗങ്ങളെ പരിശുദ്ധ അമ്മ വഴി സമർപ്പിക്കേണ്ട സമയമാണ്. ഒന്നിലധികം രോഗങ്ങളുള്ളവർക്ക് അച്ഛൻ പ്രാർത്ഥിക്കുമ്പോൾ കൈകൾ മാറ്റി മാറ്റി വെച്ചുകൊണ്ട് മനസ്സിൽ വിശ്വാസപ്രമാണം ചൊല്ലാവുന്നതാണ്. കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവേ, സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ. 40 വർഷം ഞാൻ അർപ്പിച്ച കൃപായുടെ യോഗ്യതയാൽ കൃപാസന അൾത്താരെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്തില് ഈ അൾത്താറയിൽ നടന്ന 10,000-കണക്കിന് ആരാധന ശക്തിയാൽ ദൈവത്തിൻ്റെ വൻകരങ്ങൾ പൊൻകരങ്ങൾ നിങ്ങളുടെ ഹൃദയത്തിലേക്കും രോഗമുള്ള ഇടങ്ങളിലേക്ക് അടിപ്പിണർ പോലെ വൈതാഖലമ ദൈവികമായ ശക്തി പ്രസരിച്ചുകൊണ്ട് യേശുക്രിസ്തു നാമത്തിൽ മാരക രോഗങ്ങൾ, തീരാവേദികൾ, ജീവിത ദുരിതങ്ങൾ യേശുനാമത്തിൽ മാറിപ്പോകട്ടെ. ആരാധനയിലൂടെ വീണ്ടും വീണ്ടും മഹത്വപ്പെടുത്തണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. എൻ്റെ മക്കളെ, ഉദര രോഗികള്, ശ്വാസകോശ രോഗികള്, ഹൃദയ രോഗികള്, കരളിന് വീക്കമുള്ളവര്, ഫാറ്റി ലിവറുള്ളവര്, പിൻകഴുത്തിന് വേദനയുള്ളവർ, തൈറോയ്ഡ് രോഗികൾ, ടോൺസൈറ്റ് രോഗികൾ, വാതരോഗികൾ, കിഡ്നി രോഗികൾ, PCOD രോഗികൾ, പിസ്തുല രോഗികൾ, അർസസ് രോഗികൾ, അവരെല്ലാം അതാതിടങ്ങളിൽ വയറിലും നെഞ്ചിലും കഴുത്തിലും ശിരസിലുമൊക്കെ കൈകൾ വെച്ചുകൊണ്ട് ഇടിമുഴക്കം പോലെ സ്തുതിക്കട്ടെ. കർത്താവിൻ്റെ കരുണ, കർത്താവിൻ്റെ ശക്തി നിങ്ങളിലേക്ക് കർത്താവിൽ നിന്നെ ഉന്നതമായ നാമത്തിന് സ്തോത്രം ചെയ്യുന്ന നടുവേനക്കാര്, കിഡ്നി രോഗികള്, കിഡ്നി ചുങ്ങിപ്പോകുന്നവര്, കിഡ്നി വീഴ്ത്തു വരുന്നവര്, മൊത്തത്തിൽ കല്ലുള്ളവര്, കിഡ്നി കല്ലുള്ളവര്, പങ്ക്രിയാസിൽ കല്ലുള്ളവര്, യേശു ക്രിസ്തുവിൻ്റെ ഉന്നതമായ നാമത്തിൽ കൃപാസന അൾത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധമ്മയുടെ മാധ്യസ്ഥത്തിൽ മാരക രോഗങ്ങള്, തീരാവേദികള് യേശുവിന്റെ നാമത്തിലെ ഈ നിമിഷം മാറിപ്പോകട്ടെ. ശ്രദ്ധിക്കട്ടെ. ആരാധന, ആരാധന. ഹല്ലേലൂയ. മാതാവിൻ്റെ പുണ്യസ്ഥലത്ത് വന്ന് സാക്ഷ്യം പറയാൻ എനിക്ക് കൃപ നൽകിയ എൻ്റെ കൃപാസന മാതാവിന് ഞാൻ ആദ്യമായി നന്ദി പറയുന്നു. എൻ്റെ പേര് അന്നമ്മ. ഞാൻ വരുന്നത് ട്രിവാൻഡ്രം. ഇപ്പോൾ ഞാൻ ലീവിൽ വന്നിരിക്കുന്നത് സൗത്ത് ആഫ്രിക്കയിൽ നിന്നാണ്. 2021/12/2023 ഞാൻ ഈ കൃപാസനത്തിൽ വന്ന് ഉടമ്പടി എടുക്കുകയും തീവ്രമായി ഞാൻ മാതാവിനോട് മുട്ടിപ്പായി പ്രാർത്ഥിക്കുകയും ചെയ്തതിൻ്റെ ഫലമായി എനിക്ക് സൗത്ത് ആഫ്രിക്കയിൽ പോകുവാനും അവിടെ ഓഗസ്റ്റ് 1 മുതൽ രജിസ്റ്റേർഡ് നേഴ്സായി തന്നെ ജോലി ചെയ്യാനുള്ള അനുഗ്രഹം മാതാവ് എനിക്ക് നൽകുകയുണ്ടായി. 2002 ജനറൽ നേഴ്സിംഗ് പാസ്സായി
അന്ന് മുതൽ ഞാൻ അബ്രോഡ് പോകാനുള്ള എൻ്റെ ആഗ്രഹത്തിന് ഫലമായി ഞാൻ ഒരുപാട് ട്രൈ ചെയ്യുമായിരുന്നു. എനിക്കത് ലഭിക്കുകയുണ്ടായില്ല. ഞാൻ ഒരുപാട് സാമ്പത്തികമായി ഞാൻ ക്ഷയിച്ചു പോയ ഒരു നിമിഷമുണ്ടായിരുന്നു. എന്ന് പറഞ്ഞാൽ ഒരുപാട് ഏജൻസികളിൽ പൈസ കൊടുത്ത് ഞാൻ കബളിപ്പിക്കപ്പെട്ട ദിവസങ്ങളും ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് 2019 കൊറോണ സമയത്ത് എൻ്റെ പ്രൈവറ്റ് ജോലിയിൽ ഞാൻ പ്രവേശിക്കുകയായിരുന്നു. അപ്പോഴത്തേക്കും എൻ്റെ ജോലി നഷ്ടപ്പെടുകയും അതുമൂലമായി ഞാൻ ഒത്തിരി ഞെരുക്കങ്ങളിൽ അകപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ ഫേസ്ബുക്കിൽ ഞാൻ സൗത്ത് ആഫ്രിക്കയിൽ ഒരു വേക്കൻസി ഉള്ളതായി കാണുകയും അതിൽ അപ്ലൈ ചെയ്യുകയും ചെയ്തായിരുന്നു. അപ്പോഴത്തേക്കും എനിക്ക് അത് ഒരുപാട് പ്രോസസ്സിങ് എനിക്ക് നീണ്ടി പോയി. എനിക്ക് അവിടെ ചെന്ന് എക്സാം എഴുതണം ഉള്ള റൂൾ ഉണ്ടായിരുന്നു. സൗത്ത് ആഫ്രിക്കയിൽ തന്നെ എക്സാം എഴുതണം. അവിടെ ചെന്ന് പാസ്സായാൽ മാത്രമേ എനിക്ക് ഇവിടുന്ന് വിസ അടിച്ച് പോകാൻ കഴിയുമായിരുന്നുള്ളൂ. പക്ഷേ 2019 തൊട്ട് 2023 വരെയും എൻ്റെ പ്രോസസ്സിങ് ഒന്നും തന്നെ നടന്നിരുന്നില്ല. അത് കഴിഞ്ഞ് എനിക്കിനി സൗത്ത് ആഫ്രിക്കയിൽ പോകാൻ പറ്റത്തില്ല. എനിക്ക് ഏജ് ലിമിറ്റായി. എല്ലാ കൺട്രിയിലും എൻ്റെ ഏജ് ലിമിറ്റ് ഓവറായിരുന്നു. അത് കഴിഞ്ഞ് പോകാൻ പറ്റത്തില്ല. ഇനി ഞാൻ എന്ത് ചെയ്യും? എനിക്ക് 2 പെൺമക്കളുണ്ട്, അവരെ പഠിപ്പിക്കണം. ഇവിടെ നിന്നാൽ എനിക്കൊന്നും നടക്കത്തില്ല എന്ന് പറഞ്ഞാൽ അത്രയ്ക്കും സാമ്പത്തിക ബുദ്ധിമുട്ടിലോട്ട് ഞാൻ അകപ്പെട്ട് കഴിഞ്ഞിരുന്നു. എന്ന് പറഞ്ഞാൽ ഒത്തിരി പേർക്ക് ഞാൻ പൈസ കൊടുക്കുകയും എനിക്ക് ഒരുപാട് ബുദ്ധിമുട്ടുണ്ടാകുകയും ചെയ്ത സമയമായിരുന്നു. പിന്നെ കൊറോണ വന്നപ്പോൾ എൻ്റെയും ഹസ്ബൻഡിൻ്റെയും ജോലി നഷ്ടപ്പെടുകയും പിള്ളേരെ ഫീസ് പോലും അടയ്ക്കാൻ പറ്റാതെ ഞങ്ങൾ കഷ്ടപ്പെട്ടിരുന്ന സമയമുണ്ടായിരുന്നു. ആ സമയത്തൊക്കെ അപ്പോഴൊന്നും ഞാൻ മാതാവിനെ അറിഞ്ഞിരുന്നില്ല. 2023 ഞാൻ ഫേസ്ബുക്ക് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഒരുപാട് സാക്ഷ്യം കേൾക്കുമായിരുന്നു. കേട്ടിരുന്ന സമയത്ത് ഞാൻ ഹസ്ബൻഡിനോട് പറഞ്ഞു, നമുക്ക് ഇനി ജോലി വേണമെങ്കിൽ, നാട്ടിലായാലും വിദേശത്തായാലും ജോലി വേണമെങ്കിൽ ഇനി കൃപാസന മാതാവിൻ്റെ അടുത്ത് പോയി നമുക്കൊന്ന് പ്രാർത്ഥിച്ച് വരാം എന്ന് പറഞ്ഞാണ് ഞാൻ 2023 21-ാം തീയതി കൃപാസനത്തിൽ എത്തിച്ചേർന്ന് ഞാൻ പുതിയ ഉടമ്പടി എടുക്കുകയും അതിൻ്റെ ഫലമായി ഈ പ്രോസസ്സിങ് തടഞ്ഞു നിന്നത് ഒരു 3 മാസം. ഞാനിവിടെ നിന്ന് കൃപാസനത്തിൽ നിന്ന് ഉടമ്പടി എടുത്ത് വീട്ടിലെത്തിയപ്പോൾ തന്നെ എനിക്ക് ലെക്ചറായിട്ട് എൻ്റെ വീടിനടുത്ത് തന്നെ ജോലി ലഭിക്കുകയും ഞാൻ അവിടെ ജോയിൻ ചെയ്യുകയും ചെയ്തു. അപ്പോഴത്തേക്കും അവിടെ ജോയിൻ ചെയ്ത ശേഷം എനിക്ക് സൗത്ത് ആഫ്രിക്കയിൽ നിന്നും കോൾ വരികയും എൻ്റെ എക്സാമിനുള്ള എല്ലാ കാര്യങ്ങളുമായിട്ടുണ്ട്, നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ജോയിൻ ചെയ്യാൻ പറ്റുമെന്ന് പറയുകയും ചെയ്തു. അത് കഴിഞ്ഞ് ഞാനപ്പോൾ മാതാവിനോട് ഒരുപാട് നന്ദി പറഞ്ഞിട്ട് ഞാൻ എങ്ങനെയാണ് എക്സാം എഴുതിയെന്നോ എങ്ങനെ ഞാൻ പാസ്സായെന്നോ എനിക്ക് ഇതുവരെയും അറിയത്തില്ല. എന്നെ കൈപിടിച്ച് നടത്തിയതുപോലെ മാതാവ് എക്സാം പാസ്സാകുകയും 6 മാസത്തിനകം തന്നെ ഞാൻ സൗത്ത് ആഫ്രിക്കയിൽ രജിസ്റ്റേർഡ് നേഴ്സായിട്ട് ജോയിൻ ചെയ്യുകയും ചെയ്തു. മാതാവ് അത് കഴിഞ്ഞ് ഞാൻ എത്തിപ്പെട്ട സ്ഥലം ഒരു ഇന്ത്യൻസും ഇല്ലാത്ത സ്ഥലമായിരുന്നു. ഒരുപാട് ഞാൻ അവിടെ തരണം ചെയ്തെന്നാലും അതിൻ്റെ ഇടയിലെല്ലാം മാതാവിൻ്റെ കാശുരൂപം ഞാൻ കയ്യിൽ പിടിച്ചിട്ട് പ്രാർത്ഥിക്കുമായിരുന്നു. അപ്പോഴെല്ലാം മാതാവ് എന്നെ ഒരുപാട് സംരക്ഷിച്ചിട്ടുണ്ട്. ഒരുപാട് കഷ്ടതകളിൽ അവിടെ നിന്ന് എല്ലാം മാതാവ് നടത്തി തന്നു. 1 വർഷത്തെ സേവനം അനുഷ്ഠിച്ച ശേഷം ഞാൻ ഇന്ത്യൻസ് ഉള്ളിടത്തോട്ട് എനിക്ക് അവിടെ ചർച്ചിൽ പോകാൻ പോലും പറ്റാത്തൊരവസ്ഥയിലായിരുന്നു അങ്ങനെ ഞാൻ മാതാവിനോട് കരഞ്ഞു വിളിച്ചു, ഞാൻ അടുത്ത പ്രാവശ്യം വരുമ്പോൾ ഞാൻ കത്തോലിക്ക പള്ളിയുള്ള സ്ഥലത്തോട്ട് മാത്രമേ വരാവൂ മാതാവേ, എനിക്ക് വേറെ ഇൻ്റർവ്യൂ ശരിയാക്കി തരണമെന്ന് പറഞ്ഞ് ഞാൻ അവിടെ നിന്ന് ഇൻ്റർവ്യൂവിനെല്ലാം ട്രൈ ചെയ്തു. എനിക്ക് ലഭിച്ചില്ല. ഞാൻ നാട്ടിൽ വന്നു. 23-ാം തീയതി എനിക്ക് തിരിച്ചു പോകണം. അതിന് മുമ്പായിട്ട് 22-ാം തീയതി എനിക്ക് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാനുള്ള ഭാഗ്യം ദൈവം തന്നു, മാതാവ് തന്നു. മാതാവിന് ഒത്തിരി നന്ദിയുണ്ട്. ആ ഇൻ്റർവ്യൂവിൽ ഞാൻ കാശുരൂപം വെച്ച് കൊണ്ടാണ് ഞാൻ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തത്. അതിന് മൂലമായി ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ എനിക്ക് ഇൻ്റർവ്യൂ ലഭിക്കുകയും എൻ്റെ ക്രിട്ടിക്കൽ സ്കിൽ വിസയ്ക്ക് അപ്ലൈ ചെയ്തത് എനിക്ക് ലഭിക്കുകയും ചെയ്തു. എനിക്കിനി എല്ലാം അവിടുത്തെ അപ്പോയിൻമെൻ്റ് ഓർഡറും എല്ലാം നൽകുകയും മാതാവ് നൽകുകയാണ് ചെയ്തത്. എനിക്കിനി ഇന്ത്യൻസ് ഉള്ള സ്ഥലവും കത്തോലിക്ക പള്ളിയുള്ള സ്ഥലത്തോട്ടും മാതാവ് അനുഗ്രഹിച്ച് എനിക്ക് ജോലി ലഭിക്കുകയും ഇനി ഈ മാസം തന്നെ ഞാൻ അങ്ങോട്ട് ജോയിൻ ചെയ്യാൻ വേണ്ടി പോകാനുള്ള അവസരം മാതാവ് ഒരുക്കുകയും ചെയ്തു. ക്രിട്ടിക്കൽ സ്കിൽ വിസ 4 വർഷം കഴിഞ്ഞ് മാത്രമാണ് സൗത്ത് ആഫ്രിക്കൻ IVFS ഓഫീസിൽ നിന്ന് നമുക്ക് ലഭിക്കുകയുള്ളൂ. 4 വർഷം അവിടെ ജോലി ചെയ്യണം.
പക്ഷേ എൻ്റെ മാതാവിൻ്റെ വലിയ അനുഗ്രഹം, ഞാൻ VFSൽ ഇൻ്റർവ്യൂവിന് പോയപ്പോൾ പോലും കാശ് രൂപം പിടിച്ച് ഞാൻ ഇരുന്ന് പ്രാർത്ഥിച്ചിട്ടാണ് പോയത്. കാശ് രൂപം എൻ്റെ കയ്യിലുണ്ടായിരുന്നു. അതിൻ്റെ ഫലമായി എനിക്ക് 3-ാം തീയതി ഒക്ടോബർ 3-ാം തീയതി ഞാൻ VFSൽ ഇൻ്റർവ്യൂവിന് പോവുകയും അതിൻ്റെ ഫലമായി എനിക്ക് മാതാവിനോട് പ്രാർത്ഥിച്ചിട്ട് കരഞ്ഞു വിളിച്ചിട്ടാണ് ഞാൻ പോയത്. മാതാവ് എനിക്ക് PR കിട്ടാനുള്ള ഒരു അവസരം എനിക്ക് തരണമേ എന്ന്. അതിൻ്റെ മൂലമായി എനിക്ക് എന്ത് ചെയ്തു, മാതാവ് എനിക്ക് ക്രിട്ടിക്കൽ സ്കിൽ വിസ 3-ാം തീയതി ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തു. 4-ാം തീയതി എനിക്ക് ക്രിട്ടിക്കൽ സ്കിൽ വിസ അടിച്ച് വരികയും ഇനി 3 മാസത്തിന് ശേഷം ഞാൻ സൗത്ത് ആഫ്രിക്കൻ സിറ്റിസൺഷിപ്പിനുള്ള വിസയ്ക്ക് എനിക്ക് അപ്ലൈ ചെയ്യാനും പറ്റും. ഒരുപാട് അനുഗ്രഹങ്ങളാണ് മാതാവ് എനിക്ക് തന്നത്. ഈ ഒരു വർഷത്തിൻ്റെ ഇടയ്ക്ക് ഞാൻ അവിടെ ചെന്നിട്ട് സാലറി കിട്ടുമ്പോഴെല്ലാം എന്നെ കൊണ്ടാവുന്ന കാരുണ്യ പ്രവൃത്തികൾ എല്ലാവർക്കും ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഞാനിവിടെ നിന്ന് വാങ്ങിക്കൊണ്ട് രണ്ടാമത് അവിടെ പോകാൻ നേരത്ത് എനിക്ക് ഉടമ്പടിയിൽ കിട്ടിയ പത്രം ഞാൻ ഇംഗ്ലീഷ് പത്രമാക്കി വാങ്ങുകയും അതുകൊണ്ട് അവിടെ വിതരണം ചെയ്യും. അവരെല്ലാവരും എൻ്റെ അടുത്ത് ഓയിലും കൊന്തയും എല്ലാം കൊണ്ടുപോകാനുള്ള ഇത് പറഞ്ഞു വിടുകയും ചെയ്തു. അതുമൂലം എനിക്ക് ഒരുപാട് അനുഗ്രഹമാണ് മാതാവ് തന്നിരിക്കുന്നത്. എനിക്ക് പറയാൻ അതിരുകളില്ല, അത്രയ്ക്കും എനിക്ക് ഉള്ള അനുഗ്രഹം എന്നെ കൃപാസന മാതാവ് എനിക്ക് നൽകി. അതുപോലെ തന്നെ ഇപ്പോഴും ഞാൻ മാതാവിൻ്റെ അടുത്ത് ഒരു കാര്യം പറഞ്ഞിട്ട് ഞാൻ കാശുരൂപവും കൊണ്ട് കയ്യിൽ പിടിച്ചിട്ട് പോയാൽ തന്നെ ഒരുപാട് വിജയങ്ങൾ എനിക്ക് മാതാവ് നൽകുന്നുണ്ട്. ഒരിക്കലും എനിക്ക് ഒരു കുറവും ഇതുവരെയും മാതാവിൻ്റെ പ്രാർത്ഥിച്ച ശേഷം ഉടമ്പടി എടുത്ത ശേഷം ഇതുവരെയും എനിക്കൊരു കുറവും മാതാവ് വരുത്തിയിട്ടില്ല. അതുതന്നെയാണ് വലിയ അനുഗ്രഹം. ഞാൻ 2002 തൊട്ട് 2023 വരെയും സാമ്പത്തിക മാന്ദ്യവും അതുപോലെ തന്നെ പഠിച്ച ജോലിക്കുള്ള യഥാർത്ഥത്തിലുള്ള ജോലി എനിക്ക് ലഭിക്കാതെയും ഒരുപാട് കഷ്ടപ്പെട്ടുണ്ടായിരുന്നു. ഇപ്പോൾ എനിക്ക് മാതാവ് 45 വയസ്സായപ്പോഴാണ് എനിക്ക് സൗത്ത് ആഫ്രിക്കയിൽ പോയി ജോലി ചെയ്യാനുള്ള അവസരം എൻ്റെ കൃപാസന മാതാവ് വഴി എനിക്ക് ലഭിച്ചത്. ഞാൻ എല്ലാവരോടും പറയുകയാണ്, നമ്മൾ മാതാവിനെ മുറുകെ പിടിച്ചാൽ അല്ലെങ്കിൽ മാതാവിൻ്റെ കാശുരൂപം പിടിച്ച് നമ്മൾ പ്രാർത്ഥിച്ചാൽ മാതാവ് നമുക്ക് ഒരുപാട് അനുഗ്രഹങ്ങൾ ചൊരിയും. അത് ഉറപ്പാണ്. എന്ന് പറഞ്ഞാൽ ഞാൻ മാതാവിൽ ഒട്ടും മാതാവിൽ ഞാനൊരു ക്രിസ്ത്യാനിയാണെങ്കിലും കൃപാസനത്തിൽ വരണമെന്നോ മാതാവിനോട് പ്രാർത്ഥിക്കണമെന്നോ 2023 വരെയും എനിക്ക് തോന്നിയിട്ടില്ല. എന്ന് പറഞ്ഞാൽ ഞാൻ പാരമ്പര്യമായിട്ട് ഒരു ക്രിസ്ത്യാനി, സീറോ മലബാർ സഭയിലെ ഒരു ക്രിസ്ത്യാനിയാണ്. എന്നിട്ട് പോലും ഞാൻ കൃപാസന മാതാവിന് വരുമ്പോൾ അവിടെ എന്താ നടക്കണത് എനിക്കറിയത്തില്ല, നമ്മൾ മാതാവിനെ വിളിച്ചാൽ മതി, പ്രാർത്ഥിച്ചാൽ മതി എന്ന് ഞാൻ വിശ്വസിച്ചിരുന്നു. പക്ഷേ ഞാനിവിടെ വന്ന് ഉടമ്പടി എടുത്ത ശേഷമാണ് എൻ്റെ കുടുംബം ഇതായത്. ഞങ്ങൾ 10 വർഷം കൊണ്ട് ഞങ്ങൾ വീടിൻ്റെ പണി പൂർത്തിയാക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരുന്നു. പക്ഷേ 10 വർഷമായിട്ടും എൻ്റെ വീടിൻ്റെ ഒരു നില മാത്രമേ ഞങ്ങൾക്ക് പൂർത്തീകരിക്കാൻ കഴിഞ്ഞുള്ളൂ. അതിൻ്റെ പണി പോലും നടന്നില്ല. ഞാൻ പോയി 1 വർഷത്തിൻ്റെ ഇടയ്ക്ക് ലോണ് കിട്ടുകയും എനിക്ക് 2ാമത്തെ നില വാർത്ത് അവിടെ കയറി താമസിക്കാനുള്ള അനുഗ്രഹം മാതാവ് എനിക്ക് തന്നു. അതൊക്കെ ഒരുപാട് അനുഗ്രഹമായിട്ടാണ് ഞാൻ കരുതുന്നത്. എന്ന് പറഞ്ഞാൽ എൻ്റെ ജീവിതത്തിൽ അതൊന്നും സംഭവിക്കില്ല, ഇനി എനിക്ക് ഒരു ജീവിതമില്ല, എനിക്ക് നാട്ടിൽ കിടന്ന് കഷ്ടപ്പെടാനുള്ള വിധിയാണ് എനിക്കുള്ളത്. എൻ്റെ ഏജ് ലിമിറ്റ് എല്ലാം കഴിഞ്ഞു. ഏജ് ഓവറാവാത്ത സമയത്ത് എനിക്ക് എല്ലാവരും ഒരുപാട് അപേക്ഷിച്ചിട്ടും എനിക്ക് കിട്ടാത്തത് ഇനി കിട്ടില്ല എന്ന് വിശ്വസിച്ച് ഞാൻ പ്രൈവറ്റ് ജോലിക്ക് കയറിയ ശേഷമാണ് മാതാവ് എനിക്ക് ഈ അവസരം സൗത്ത് ആഫ്രിക്കയിൽ പോകാനുള്ള അവസരം എനിക്ക് തന്നത്. അതുകൊണ്ട് എല്ലാം എനിക്ക് മാതാവിൻ്റെ അനുഗ്രഹത്താൽ ലഭിക്കുമെന്ന് ഞാൻ ഉറച്ച് വിശ്വസിച്ചുകൊണ്ട് ഇനിയും ഞാൻ എല്ലാ വർഷവും വന്ന് മാതാവിൻ്റെ അടുത്ത് ഉടമ്പടി പുതുക്കി പ്രാർത്ഥിക്കുമെന്ന് ഞാൻ ഇതോടകം വാഗ്ദാനം ചെയ്യുന്നു. ഈശോയെ നന്ദി. For Gloria in excelsis to you. Thank you, Lord Messiah, for your powerful blessings and for the powerful intercession of our Mother Mary. Thank you so much. First of all, myself Jenny, I am coming from Ernakulam. I have taken the covenant prayer on 2023 August date, this is my husband Jomi, which what has made me to take the covenant prayer in Kripasanam. It's because in 2022 I have gotten a career break. It was made me to go through a difficult situation. I was helpless in that situation. Some of the problems which was I have made intentionally and unintentionally, which was made me to go through that career gap.
And because of that, it was hard for me to get a good job in a good company. I was worked in a foreign MNC previously, back 2022. Again, it was hard for me to get a job in MNC again. So in between that hard time, the Lord Messiah has helped me to what I have to say. The Lord Messiah has helped me. So I was seeing the spiritual peace by watching some holy masses, online holy mass. It was a COVID season, right? So I have so many holy mass and communion prayers and so in the social media platform like YouTube and all. So one day, in between, I got a remainder of Kribasanam testimony. In that, one lady has given her testimony, how was her life and how the powerful intercession of Mother Mary by the Kribasanam prayer has changed her life and all. So it has made me to come to Kribasanam on 2023, August 8. It was the first time I came in Kribasanam. I has taken the covenant prayer. So I submit myself to my Lord. So after every renewal, it was very hard for me to return the intentions. I was always used to return the 5 intentions for others, for their life struggles or some sorrows, for any health issues or anything. I will always choose to retain the 5 intentions, but it was very hard for me to write one intention for myself. So by the grace, by the influence of Holy Spirit, one day I have done okay. I lost the job in 2022. It's because of my mistake or some kind. I'm a sinner. I have no rights to write something for myself, any one intention. But by the influence of Holy Spirit, I have written one intention. Please, Lord, bless me with one job in a good MNC. It's because you only has given one good job previously in a MNC. It was not my merit, always I am saying. But again, kindly give me a good job. Kindly help me to grow up in my career. I have no hope in my life, how to grow. Where I am going, I have no hope. So I request her to the Lord by writing an intention for a job. So in 2024, I am blessed with a job by the Lord's grace, not by my merit, only by the Lord's grace and the powerful intercession of our Mother Mary. I got a job in 2024 in a foreign MNC medical company. Now I'm working in India only, field work in Tamil Nadu, Coimbatore. So only by the grace of Lord. And after, without any break, I always used to come to Kribasanam after every 90 months. It's because I'm working in Tamil Nadu. So whenever I'm getting time and on some Sunday or like any holidays, I used to come to Kribasanam. But without any break, I always renew my covenant prayer on every 90 days. So after every renewal, today is my 8th renewal. But after every renewal, on every renewal, I always doubtful. So okay, 5 intentions I written, okay, for others, for their blessings and all. So what should I have to write again? You have given one job, you have blessed me with peace and spiritual grace. What should I have to write again? So I always doubtful, but again, by the influence of Holy Spirit, one day, the first time, okay, I written one intention to bless me with the spiritual marriage. I written an intention of my marriage. But the person who have to be a good human being, he have to be a follower of you. He have to be a good believer. So I have no idea. I was not in a relationship or anything. Like it was the time I am getting many not 1 or 2 allowances and all, but alliances and all.
but I was not okay. It's because I have an intention like I want to be a partner. He should be a believer of you. He should be a chosen. It's because you chose me, Lord. So he also have to be chosen by you. So it is also happened. This is my husband Jomi. We are like. It's okay. We have got married on 2024 December 29. He is also a believer. So I'm very thankful for my Lord Messiah and powerful intercession of our Mother Mary. It's because he is also a Christian and he is a believer. So it's very much helpful for me to grow spiritually together and go to the church together. And thank you so much. And later I should have to convey how I utilize the holy oil, holy salt and all we are getting from Kribasanam. For that I have to say I did my charitable activities in the poor level only, any government hospitals or anything. When I was in Kerala, before I get the job, I will go to every day or like alternative days I will go to the Ernakulam General Hospitals. But during my charitable activity, I came to know, instead of any okay, they are seek for some money or food or something. It's there because they are poor. But beyond that, some human beings really need of some kind words or some another human. So by the Lord Messiah's grace, by this Kribasanam prayer, I got a good opportunity to give kind words through our Lord's words spiritually, and it was I'm very thankful for Lord to give me some like opportunities to give my peace to others, to give your peace to others. And what I should okay. When I was in Kerala, I used to come to Kribasanam and we used to buy the Malayalam papers and distribute it to, irrespective of the communities, religion, poor or the high community people, whatever, irrespective of any status, I used to give this purpose to everybody. My home is not exactly in Ernakulam, it's beyond part of one hometown. But 20 kilometers away also in my hometown, and apart from that, away I used to go by walk. I used to give the purpose by after praying, and by always I used to spell one word. Whenever I am giving whenever I used to give this paper, Kribasanam paper to one person, I will always use to pray one word is Gloria in excelsis Deo, means Devanamathinu Mahatvam in I always used to say. And this is how I use the Kribasanam paper and what's my charity then. And the Kribasanam covenant prayer has made me to realize what's the real intention of a human life. It's because the Creator has created us, right? So there is one and only one Almighty Lord. His Son, His crucifixion is for us. So it's because I am also sinner. I'm not. We are all sinners, but we have the Kribasanam covenant prayer has realized me that we have to live for the Lord. We have to live the word of God, and we have to live for the Lord. And it has realized me that we have to seek the eternal life. So thank you so much for my Lord Messiah and for the powerful intercession of my Lord Mother Mary. Gloria in excelsis Deo.